ഏകദേശം 23 വർഷങ്ങളായിട്ട് 20 കൃത്യമായി സപ്പോർട്ട് എടുക്കുകയും 20 കൃത്യമായി റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക്. ഇത് നിങ്ങൾ ഈ മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം 2021 അവസാനം 2021 ആദ്യ സമയങ്ങളിലാണ് ഇത് 20 ക്രോസ് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നൽകിയത്. അതിനുശേഷം ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായ അല്ലെങ്കിൽ ഗ്രേറ്റ് ഫാൾ ഉണ്ടായ 2008 2009 സമയങ്ങളിലും അതുപോലെ തന്നെ കോവിഡ് ടൈമിലും അല്ലാതെ ഒരു സമയത്ത് പോലും കൃത്യമായൊരു ക്ലോസിങ് 20 താഴെ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് ഈ സ്റ്റോക്കിൻ്റെ കൃത്യമായൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണ് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാനുള്ള നല്ല ഒരു എന്താണ് ആ ഫോഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കൃത്യമായി ഈ ഒരു 20 ഈ ബ്ലാക്ക് ലൈൻ 20 ആണ് അതിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ ഇവിടെ വന്ന് ഇവിടങ്ങളിലെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെയാണ് വന്നടിച്ചിട്ട് ഇവിടുന്ന് നേരെ കയറി പോകുന്നത്. ഇവിടങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് മന്ത്ലി ചാർട്ടാണ്. ഞാൻ നേരെ വീക്ക്ലിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താണ് വ്യൂഗണം കാണാൻ കിട്ടും. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ സൂം ചെയ്ത ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് വീക്ക്ലി ചാർട്ടാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം മൊമെൻറ്റം നൽകി. ഒരു വോളിയം എന്ന് പറയുന്നത് വലിയൊരു ആവറേജിന് മുകളിലുള്ള അല്ലെങ്കിൽ നല്ലൊരു വോളിയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം ഒരു ആവറേജ് റേഞ്ചിലുള്ള ഒരു വോളിയം പ്രൈസിൽ മൊമെൻറ്റം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ലൈനെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ ഇത് ബ്രേക്ക് ഔട്ട് നൽകിയത്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഹൈ ഞാൻ കൂട്ടി വരച്ചുകൊണ്ടാണ് ചെറിയൊരു റേഞ്ച് പോലെ കാണിക്കുന്നത്. ഒരു മൊമെൻറ്റം ക്യാൻഡിൽ നൽകി. പക്ഷേ ഇവിടെ വോളിയം അധികമെന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് വോളിയം മാത്രമേ ഉള്ളൂ. സ്റ്റോക്ക് കയറിപ്പോയതിന് ശേഷം അവിടെ നേരെ ഈ ലെവലിനെ റീടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും വീണ്ടും സ്റ്റോക്ക് ചെറിയ രീതിയിൽ ഒരു ബുള്ളിഷ്നെസ് കാണിച്ചുകൊണ്ട് മുകളിലേക്ക് വരികയാണ്. എങ്കിൽ പോലും ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. ആ ഹൈ ഉണ്ടാക്കി അതേ സമയത്ത് തന്നെ എങ്ങനെയാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് നൽകിയപ്പോൾ കിട്ടിയ വോളിയം ഏകദേശം സെയിം വോളിയം തന്നെ നൽകിക്കൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ചെറിയ ഒരു റീടെസ്റ്റ് ഈ ലെവലിലേക്ക് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലെവലിൽ ബ്രേക്ക് ഔട്ട് നൽകിയ ലെവലിനെ വീണ്ടും ഒരു റീടെസ്റ്റ് നൽകി ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിരിക്കാം, ഇതിൻ്റെ മൊമെൻറ്റം സ്ട്രോങ് ആയിരിക്കാം. പക്ഷേ മൊമെൻറ്റം സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഒരു ഷോർട്ട് ടൈം അല്ല, ഞാനൊരു ലോങ് ടൈം വ്യൂവിലാണ് ഇത് പറഞ്ഞത്. ഒരു മൊമെൻറ്റം ബുള്ളിഷ് മൊമെൻറ്റിലാണെങ്കിൽ പോലും ഇവിടെ നമുക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ മൊമെൻറ്റവും ഇതിൻ്റെ മൂവ്മെൻറ്റും അത്ര ഒരു സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പ്രൈസ് ഇവിടെ നൽകി മൊമെൻറ്റം കാണിച്ച് അല്ലെങ്കിൽ പ്രൈസ് ക്യാൻഡിലൊരു മൊമെൻറ്റം കാണിച്ചെന്നുള്ളതല്ലാതെ ഇവിടെ കൃത്യമായിട്ട് വോളിയത്തിലൊരു എന്താണ് ഈ ഒരു ക്യാൻഡിൽ നോക്കി ഈ ക്യാൻഡിലിൻ്റെ മൊമെൻറ്റവും അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയവും നമുക്ക് സൂചിപ്പിക്കുന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ട് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ വോളിയത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് കാണാൻ സാധിക്കാത്തിടത്തോളം കാലം ഇത് എത്രമാത്രം ഇവിടെ സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ഇനിയും മൂവിങ് ഫോർവേഡ് ഇത് ഗ്രോ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. എന്തായാലും ഇത് ഒരു ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് റെക്കമെൻഡേഷനുള്ള ജസ്റ്റ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ വ്യൂ എന്ന് പറയാൻ ശ്രമിച്ചത്. താങ്ക്